ഇന്ന് 1-ാം തീയതിയായിട്ട് രാവിലെ തന്നെ തിരക്കിട്ട ഓട്ടത്തിലാണ് കേട്ടോ. രാവിലെ ആദ്യകൂടനെ ഏതായാലും പറഞ്ഞ് സ്കൂളിൽ വിട്ടിട്ടുണ്ട്. എന്നിട്ട് വേഗം ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി. രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വീട്ടിലെ പണി സകലതും കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചക്കത്തേക്കുള്ള ഫുഡാണ് കേട്ടോ ഈ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല തേങ്ങാച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. പെരുന്നാൾ കഴിഞ്ഞുകൊണ്ട് തന്നെ ബീഫ് ആവശ്യത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ബീഫ് കറി ഉണ്ടാക്കി. പിന്നെ കുമ്പളങ്ങ കറിയാണ് പൊതുവെ ഇവിടെ തേങ്ങാച്ചോറിന് എടുക്കുന്നത്. അതില്ലാത്ത കാരണം ഞാനിന്ന് പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ബീഫ് കറിയും പരിപ്പ് കറിയും തേങ്ങാച്ചോറും പിന്നെ ഈ ഒരു പാത്രത്തിൽ കച്ചമ്പറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അച്ചാറും ഉണ്ട്, പപ്പടവും പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പാത്രങ്ങളും ഗ്ലാസ്സുകളും എല്ലാം ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ചു. ഉമ്മിക്ക് വയ്യാണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്കിന്ന് കടയിൽ പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം പണി ഒതുക്കിയിട്ട് ഒരു 11 മണിയായപ്പോഴത്തേക്കിനും കടയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അവിടെ ചെന്നിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, നല്ല തിരക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴി കുറച്ച് നങ്കുമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതും മേടിച്ചു കേട്ടോ. തിരിച്ചു വന്നപ്പോഴത്തേ ഹാദുക്കുട്ടൻ എത്തിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ വീട്ടിലാരെങ്കിലും വിരുന്നുകാർ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ജ്യൂസും ഫ്രിഡ്ജിൽ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. വന്ന പാടെ തന്നെ ഒരു ഗ്ലാസ് ഞാനും കുടിച്ചു, ഹാദുക്കുട്ടനും കൊടുത്തു കേട്ടോ. രണ്ടുപേരും ക്ഷീണിച്ചിട്ടാണല്ലോ വന്നേക്കുന്നത്. പിന്നെ ഉമ്മിക്കൊക്കെ കൊടുത്തു. അതിനുശേഷം പിന്നെ ഉമ്മിക്ക് ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി വരുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോറും കറിയും ഒക്കെ എടുത്ത് വെച്ചു കേട്ടോ. പെരുന്നാളിനെ വിളിച്ചിട്ട് അവൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഓർത്തു ഇന്ന് എന്തായാലും ഉണ്ടല്ലോ, അപ്പോൾ തേങ്ങാച്ചോറും ഇറച്ചിക്കറിയൊക്കെ കൊടുത്തു കേട്ടോ. ഇനി വേഗം ഹാദുക്കുട്ടനും ഫുഡ് കൊടുത്തിട്ട് ഞങ്ങളിതേ ട്യൂഷന് പോവാണ് കേട്ടോ. ഹാദുക്കുട്ടൻ ഇന്ന് ഞാൻ ട്യൂഷന് ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവനെ കൊണ്ട് ട്യൂഷനാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് കേട്ടോ ഞാനും കൂടെ പോകുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു കുട്ടി പുറത്ത് വന്നിങ്ങനെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ, വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവനെ ട്യൂഷൻ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്ന് കുറച്ച് തീ കത്തിക്കാനുണ്ടായിരുന്നു. ഇന്ന് 1-ാം തീയതി ആയിട്ട് നല്ല വെയിലായിരുന്നു. സാധാരണ സ്കൂൾ തുറക്കുന്ന ദിവസം കൊണ്ടുപിടിച്ച മഴയായിരിക്കുമല്ലോ. അപ്പോൾ ഇത്തവണ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ചിക്കൊക്കെ വെച്ചിട്ടാണ് കേട്ടോ രാവിലെ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കുറച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് ഞാൻ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ ഇങ്ങനെ നാളെ വെയിലുണ്ടാവണേ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫിസിയോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് ആൾ പോയിട്ടുണ്ട്. ഉമ്മ ഇങ്ങനെ വാക്കർ പിടിച്ച് നടന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും കേട്ടോ. അങ്ങനെ നടക്കണം കേട്ടോ. ഇങ്ങനെ മുട്ട് ഓപ്പറേഷനൊക്കെ ചെയ്തവർക്ക് ഒരുപാട് നടക്കണം എന്നാണ് പറയുക. കടയിൽ നിന്ന് പണി കഴിഞ്ഞിട്ട് ഓടിപ്പിടിച്ച് വരികയായിരുന്നു കേട്ടോ. ലഞ്ച് കഴിക്കാനുള്ള സമയം അവിടെ നിന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ കഴിക്കാറ്. അപ്പോൾ ഇന്ന് ചപ്പാത്തിയും ബീഫ് കറിയും ഉള്ളതുകൊണ്ട് ഞാൻ അത് കഴിച്ചു കേട്ടോ. പിന്നെ വേഗം ഉമ്മയ്ക്ക് ചായയും കൂടി ഇട്ടിട്ട് കുറച്ച് തുണി മടക്കലും കൂടി ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോയി അത് ചെയ്യട്ടെ. അടുത്ത വീഡിയോയിൽ